ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. സൂപ്പിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അതിനായിട്ട് ഒരു ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. പിന്നെ ഒരു 1/4 കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഒരു സവാള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിക്കൻ ആണ്. ചിക്കൻ ബോൺലെസ് പീസസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇനി വേണ്ടത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിടാം. ഇനി ബേബി കോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ബേബി കോൺസ് ഇങ്ങനെ ചെറുതാക്കി 2ആക്കി ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. മുഴുവനോടെ ഇട്ടാലും മതി. പിന്നെ ക്യാപ്സിക്കം 3 കളറിൽ എടുത്തിട്ടുണ്ട്, യെല്ലോ, റെഡ്, ഗ്രീൻ ആയിട്ട്. അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. കോൺഫ്ലോർ എടുക്കണം. പിന്നെ ഓയിസ്റ്റർ സോസ് ആണ്, അത് ഗാർലിക്കിൻ്റെ ഓയിസ്റ്റർ സോസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബ്രോക്കോളി, അത് ചെറിയ അല്ലികളായിട്ട് ഇങ്ങനെ അടർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്നു വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ പീസസ് ഇതിലോട്ട് ചേർക്കാം. ചിക്കൻ ഒന്ന് വഴന്നു വരുമ്പോൾ ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ട് വരും. കണ്ടോ, ഇതേപോലെ വരും. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതായത് ഈ ഓയിസ്റ്റർ സോസും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളർ വരും എല്ലായിടത്തും. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്നിട്ട് വഴറ്റണം. ഇപ്പോൾ ചിക്കനൊക്കെ ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇപ്പോൾ വെജിറ്റബിൾസിൽ കൂടുതൽ വേവ് വേണ്ടത് ക്യാരറ്റിനല്ല, അതുകൊണ്ടാണ് ഇത് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഈ ബ്രൊക്കോളി, ക്യാപ്സിക്കമൊന്നും അധികം വേവ് ആവശ്യമില്ല. അതുകൊണ്ട് ഫസ്റ്റ് ക്യാരറ്റ് ഇട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഓയിസ്റ്റർ സോസ് ചേർത്ത് കൊടുക്കണം. ഓയിസ്റ്റർ സോസ് ഒരു 2 ടീസ്പൂണോളാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഈ വെജിറ്റബിൾസൊക്കെ മുങ്ങി കിടക്കുന്ന പാകത്തിനായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള
വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ക്യാപ്സിക്കം 3 കളറിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബേബി കോൺസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് കുറച്ചും കൂടി ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുരുമുളക് പൊടിയും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ലാസ്റ്റ് ഇതിലോട്ട് ബ്രൊക്കോളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി ലൈറ്റായിട്ടൊന്ന് വെന്താൽ മതി, അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ചേർക്കുന്നത്. ബാക്കിയുള്ള വെജിറ്റബിൾസാണ് കുറച്ചും കൂടി വേവ് ആവശ്യമുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ വേവ് അനുസരിച്ചിട്ട് നമുക്കിങ്ങനെ വെജിറ്റബിൾസ് ഇടാം. ഇനി ഇതിലോട്ട് കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് കുറച്ച് തിക്നെസ് കൂട്ടാനാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് തിക്നെസ് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കലക്കിയിട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കാടമുട്ട ഇഷ്ടമുള്ളവർക്ക് കാടമുട്ട പുഴുങ്ങിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്, കാരണം ഇതിൽ കുറേ വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനും കാടമുട്ടയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സൂപ്പാണിത്. അപ്പോൾ ഈ വെജിറ്റബിൾസും ചിക്കനും മുട്ടയൊക്കെ അടങ്ങിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.